കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ എടാ മുരുക, ഇത് സുശീലാന്റിയാ. ആന്റി പറ, എന്തായി കാര്യങ്ങള്? 2 ലക്ഷത്തിന് പണിയൊപ്പിച്ചിരാന്ന് പറഞ്ഞിട്ട് വെറുതെ കൊതിപ്പിച്ചല്ലേ? ഓ, ഒന്നും വെറുതെ സുശീല പറയില്ല മോനെ. നീ ഇപ്പൊ എവിടെ ഉള്ളേ? ഞാൻ സീറ്റിൽ തന്നെ ഉണ്ട് ആന്റി. വീട്ടിലേക്ക് വരണോ? ഏയ്, വീട്ടിലോട്ടൊന്നും വന്നേക്കല്ലേ. അതെ, ഞാൻ നിനക്ക് അങ്ങോട്ടൊരു ലൊക്കേഷൻ അയച്ചു തരാം. ഞാൻ ഇവിടെ ഉണ്ട്, നീ ഇങ്ങോട്ട് വന്നാ മതി. ശരി ആന്റി, ലൊക്കേഷൻ പെട്ടെന്ന് അയക്കേ. ബാക്കിയെല്ലാം മാറ്റി വെച്ച് ഈ മുരുകൻ അവിടെ എത്തിയിരിക്കും. ആ എന്തു പറ്റോ തനിക്ക്? ഇവിടെ വന്നപ്പോഴേ തനിക്കൊരു മൂഡിലല്ലോ. ഔട്ടിങ്ങിന് പോയപ്പോഴും തനിക്ക് ഒന്നും കാണാൻ താല്പര്യമില്ല. എനിക്ക് തലവേദനയായിട്ടാ സത്യേട്ടാ. ഇവിടുത്തെ കാലാവസ്ഥ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഇനി സത്യേട്ടന് വേണ്ടി ഞാൻ പുറത്തേക്ക് വരണമെങ്കിൽ വരാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. വൈകി താ റെസ്റ്റ് ചെയ്തോ. ഇന്നിനിപ്പോ എവിടെയും പോകണ്ട. സുഖാവുകയാണെങ്കിൽ നമുക്ക് നാളെ ഇറങ്ങാം. എന്താ കോൾ എടുക്കാത്തെ? അത് എന്തുവാ? നമ്മള് എവിടേക്ക് പോയെന്ന് അറിയാനാവും. കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം. പനിക്കുന്നുണ്ടോ? പനിയില്ലല്ലോ. തലയ്ക്ക് ചൂടേയില്ല. പിന്നെന്താ ഈ തലവേദന? റൂം ബോയെ വിളിച്ച് പെയിൻ കില്ലർ കൊണ്ടുവരാൻ പറഞ്ഞാലോ? അതൊന്നും വേണ്ട. ഈ തലവേദന അങ്ങനെയൊന്നും മാറില്ല. പിന്നെ എങ്ങനെ ഇത് മാറാ? എനിക്കിവിടെ നിൽക്കണ്ട. എത്രയും വേഗം വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി. അങ്ങനെയാണോ? എന്നാ പിന്നെ നമ്മൾ വന്നത് വെറുതെ ആവൂലോ പ്രതിഭേ. ദേ, ഇന്ന് റെസ്റ്റ് ചെയ്തിട്ട് തീരെ വൈകി നമുക്ക് നാളെ പോയാ പോരെ? അതൊക്കെ സത്യേട്ടന്റെ ഇഷ്ടം. പക്ഷേ ഞാനിനി വീട്ടിലേക്ക് തിരിച്ചു പോകാനല്ലാതെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല. എന്തിനു വേറെ ആർക്കു വേണ്ടി നമ്മൾ വെറുതെ ഹണിമൂൺ ആഘോഷിക്കുന്നേ? മനസ്സിലായി. ഈ തലവേദനയുടെ കാരണം ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിന്റെ ഹണിമൂൺ ട്രിപ്പ് നിനക്ക് ആഘോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് തിരിച്ചു പോവാം. ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു പോകാനുള്ള ബസിന്റെ ടൈം നോക്കി ബുക്ക് ചെയ്യാം. കൊള്ളാം, നല്ല ജ്യൂസാ. ഒരുപാട് കൊട്ടേഷൻ പഠിക്കാൻ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ വിളിച്ചു വരുത്തി ജ്യൂസ് നിന്ന് കൊട്ടേഷൻ തരുന്നവരെ ഞാൻ ആദ്യമായിട്ട് കാണുക. അതും 2 സ്ത്രീകൾ. എടാ മോനെ, നീ ഇതൊരു കൊട്ടേഷനായിട്ടൊന്നും കാണരുത്. നമ്മളൊക്കെ ബന്ധുക്കളല്ലേടാ. നീ ഒന്ന് വീട്ടിൽ വന്നപ്പോ നിനക്ക് 2 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം മുതൽ ഞാൻ നിനക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് വിചാരിച്ചതാ. ആന്റി എന്റെ ഫോൺ നമ്പർ വാങ്ങിച്ചപ്പോഴേ എനിക്ക് തോന്നി. പക്ഷേ ഇത്ര പെട്ടെന്ന് വിളി വരുമെന്ന് വിചാരിച്ചില്ല. ആവശ്യമുള്ളപ്പോഴല്ലേ മുരുക ആള് വേണ്ടത്. ഞങ്ങൾ ഏൽപ്പിച്ച കാര്യം മുരുകൻ എങ്ങനെ ചെയ്യുമെന്ന് പറ. കുറച്ച് റിസ്ക് ഉള്ള പണിയാ. പിന്നെ ഞങ്ങളാ ഇതിന്റെ പിന്നിലുള്ളതെന്ന് ആരും അറിയാനും പാടില്ല. ജീവൻ പോയാലും മുരുകനെ പണിയേപ്പിച്ചവരെ ഒറ്റ കൊടുക്കില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മതി. എടാ, വിശ്വാസം ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും നേരം നിന്നോട് സംസാരിക്കുമോ മുരുക?
ഇതൊരു പരീക്ഷണമാണ്. വീടിന്റെ രജിസ്ട്രേഷന്റെ ദിവസം അനന്തം മാഷ് അയാളുടെ വീടിനടുത്തുള്ള ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നതെന്നുള്ളത് ഞങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ മാത്രം. അങ്ങനെയാണെങ്കിൽ മുരുകൻ മാഷിന്റെ കയ്യിൽ നിന്ന് പണമടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ച് ഞങ്ങളെ ഏൽപ്പിക്കണം. മുരുകൻ ആവശ്യപ്പെട്ട 2 ലക്ഷം രൂപ അപ്പൊ തന്നെ ഞങ്ങൾ മുരുകന് തന്നിരിക്കും. ഇത് നമ്മൾ ഒരു തവണ പറഞ്ഞല്ലോ. അഥവാ മാഷ് ബാങ്കിൽ പോയില്ലെങ്കിൽ ഞാനും എൻ്റെ പിള്ളേരും വെറും കൈയോടെ പോകേണ്ടി വരുമെന്നാ ഇനി എനിക്കറിയേണ്ടത്. ഒരു ജോലിക്ക് വിളിച്ചു വരുത്തിയ എന്തെങ്കിലുമൊക്കെ തരണമല്ലോ. ഇനി അഥവാ ഒന്നും നടന്നില്ലെങ്കിൽ ഒരു 10,000 രൂപ അങ്ങ് തരും. അത് വാങ്ങിച്ചോണ്ടങ്ങ് പൊക്കോണം. അത് നടക്കില്ല മാഡം. ഞങ്ങൾ 3 പേർക്ക് അവിടം വരെ വരാനും പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് നടത്താൻ 2 ബൈക്കും പെട്രോളും ഒക്കെ വേണം. അതിന് 10,000 രൂപ കൊണ്ടൊന്നും ആവില്ല. മിനിമം ഒരു 25,000 രൂപയെങ്കിലും വേണം. ശരി, 25,000 എങ്കിൽ 25,000. നമുക്കേ അതങ്ങ് ഉറപ്പിക്കാം. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി. ഈ അനന്തമാശ എനിക്കറിയില്ല. അയാളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും കൂടി വേണം. ഓ, അതൊക്കെ എന്തിനാ മുരുക? അന്നത്തെ ദിവസം ഞങ്ങൾ നിന്റെ കൂടെ വരികയല്ലേ? ഈ അനന്തം മാഷ ഞങ്ങൾ തന്നെ നിനക്ക് കാണിച്ചു തരും. അതുപോലെ മതി. അപ്പോ നിങ്ങൾക്ക് മുമ്പ് കൊട്ടേഷൻ കൊടുത്ത് നടത്തി നല്ല ശീലം ഉണ്ടല്ലേ? ദേ, അത്തരം കാര്യങ്ങളൊന്നും മുരുകൻ അറിയണ്ട കേട്ടോ. ഞങ്ങളെ ഇതൊന്നും അറിയാത്തവരല്ല എന്ന് മാത്രം മുരുകൻ മനസ്സിലാക്കിയാൽ മതി. എന്നാലേ നീ വിട്ടോ. എന്റെ ഹസ്ബൻഡ് ചിലപ്പോ ഇങ്ങോട്ട് കയറി വന്നേക്കും. നിന്നെ അയാള് കാണാതിരിക്കുന്നതാ നമുക്കെല്ലാവർക്കും നല്ലത്. ശരി, അപ്പൊ വിളിച്ചാ മതി. ഞാൻ പോവാ. ദേ, അയാളെത്തി. മുരുക, നീ മൈൻഡ് ചെയ്ത് പൊയ്ക്കോ. മുരുക, ഹർഷേ, ഞാനും എൻ്റെ ബൈക്കിൽ കയറി അങ്ങ് പോയേക്കാം. നീ രവിയുടെ മോന്ത കാണാൻ വയ്യ. എന്നാ ശരി, ആൻറ്റി എടാ മുരുക, ഞാനും വരുന്നു നിന്റെ കൂടെ. എന്നെ ബസ് സ്റ്റോപ്പിൽ ഒന്ന് ഇറക്കി വിട്ടാൽ മതി. വാ. ചെല്.